സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഒരു ഇടവേള എടുത്തതിന് ശേഷം വീണ്ടും മഴ മടങ്ങിയെത്തിയിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ് ഓരോ ജില്ലകൾക്കും? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ചക്രവാത ചുഴി സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വരും മണിക്കൂറിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് 3 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഒഴികെ മറ്റ് മുഴുവൻ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാളെയും സമാനമായി തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും 23-ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകൾക്കും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശക്തമായ ഇടിമിന്നൽ, അതിശക്തമായ കാറ്റ് ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതീവ ജാഗ്രത സംസ്ഥാനം സ്വീകരിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും 22 മുതൽ അതിശക്തമായ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാല ഉണ്ടാകാൻ സാധ്യതയുള്ളതിൽ തീരദേശവാസികളും മത്സ്യബന്ധന തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. എന്തായാലും അതിശക്തമായ മഴ, ഒപ്പം തന്നെ ശക്തമായ കാറ്റ്, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതാണ് ഈ മണിക്കൂറിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പായുള്ളത്. ലക്ഷ്മി.